കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ മണിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമുക്കതൊക്കെ ആഘോഷിക്കാം. ഒരുപാട് വലിയ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നുമില്ല. നമ്മൾ വീട്ടുകാരും പിന്നെ അവൻ്റെ 2 ഫ്രണ്ട്സും മാത്രമുള്ളൊരു കൊച്ചു ബർത്ത്ഡേ ഫംഗ്ഷൻ. അവനറിയില്ല ഇന്ന് ബർത്ത്ഡേ ആണെന്നോ അല്ലേ ഒന്നും അറിയില്ല. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുമെന്ന് മാത്രം അറിയാം മണിക്കുട്ടന്. അപ്പോൾ ഇന്നൊരു സൺഡേ ദിവസമാണേ, കാരണം തിങ്കളാഴ്ചയാണ് അവൻ്റെ ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ തിങ്കളാഴ്ച സ്കൂളിൽ പോക്കൊക്കെ കാര്യം കൊണ്ടൊക്കെ ഒന്നും നടക്കത്തില്ല. അപ്പോൾ സൺഡേ ആകുമ്പോഴത്തേന് എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടല്ലോ, അപ്പം ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തു. അപ്പോൾ സൺഡേ ആണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. പറ്റുന്ന പോലൊക്കെ ബലൂണൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പാക്കി. മണിക്കുട്ടൻ്റെ വൈകുന്നേരം ഇതൊരു വൈകുന്നേരം സമയമാണ്. വൈകുന്നേരം അമ്പലത്തിൽ പോകാനായിട്ട് തയ്യാറായിരുന്നു. അപ്പോഴാണ് അത് മഞ്ജു അമ്മ, നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ മഞ്ജു അമ്മ നല്ലൊരു അടപ്രഥമനാന്ന് തോന്നുന്നു, അടപ്രഥമൻ കൊണ്ടു തന്നായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ച് പിന്നെ അച്ഛനും മണിക്കുട്ടനും ഞാനും പോകുന്നുണ്ട്. പക്ഷേ ഞാൻ അമ്പലത്തിലോട്ട് കയറിയില്ല. അപ്പോൾ ഞങ്ങളും കൂടെ പോവാണ്. ശ്രീ കുറുമ്പ ഭഗവതി ടെമ്പിളിലോട്ടാണ് പോയത്. അപ്പോൾ അവിടെ ആരുമില്ല, അമ്പലം തുറന്ന ഒരു സമയമാണ്. അപ്പോൾ അവൻ ഓടിക്കളിച്ച് ഉല്ലസിച്ച് അവിടെയൊക്കെ തൊഴുതു. അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഞങ്ങൾ നേരെ പോയത് അടുത്തുള്ള ബേക്കറിയിലോട്ടാണ്. സൺഡേ ദിവസമായതുകൊണ്ട് അങ്ങനെ ബേക്കറിയൊന്നും തുറന്നിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പുളിങ്കൂട്ടത്ത് വന്നിട്ടാണ് ഞങ്ങൾ ബേക്കറിയിൽ കയറിയത്. അവിടെ കയറി നല്ലൊരു കേക്കൊക്കെ എടുത്തു. ഞാൻ തന്നെയാണ് ഈ പേരൊക്കെ എഴുതിയത്. കൊള്ളാവോ ഗൈസ്? അപ്പോൾ കിട്ടിയതാട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു തീരുമാനിച്ച ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇനി അടുത്ത പരിപാടി മണിക്കുട്ടന് ഗിഫ്റ്റ് കൊടുക്കുക എന്നതാണ്. പെട്ടെന്ന് അങ്ങനെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കുറേ ദിവസമായിട്ട് പുതിയ ഗിഫ്റ്റ് വരും, അങ്ങനെ വരും, ഇങ്ങനെ വരുമെന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ കുറച്ച് ഗിഫ്റ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അവൻ പൊട്ടിക്കുമ്പോൾ കണ്ടാൽ മതിയേ. അപ്പോൾ ഇതൊക്കെ എവിടെ വെക്കും എന്നുള്ളത് കൺഫ്യൂഷൻ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ അപ്പൂട്ടിക്ക് കൊടുത്തിട്ട് ഇവനെ അങ്ങോട്ട് വിടാം എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അത് ഒത്തിരി പാടാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഗിഫ്റ്റ് ഞാൻ ഇവൻ്റെ ബാഗിൽ വെക്കാം. അവൻ എന്നിട്ട് തപ്പിയെടുക്കട്ടെ. അപ്പോൾ അവനൊരു സന്തോഷമാവില്ലേ. ഞാൻ എന്നിട്ട് ബാഗ് എടുത്തിട്ട് വരാൻ പറയാം. അതാണ് ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കിട്ടില്ല, ചുമ എത്ര ദിവസമാണെന്നറിയോ. മണിക്കുട്ടൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് സംഭവം. ഞാൻ തുറന്ന് പൊടിക്കട്ടെ. ഓക്കെ, വീട്ടിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് മണിയെ വിളിക്കാം. മണിക്കുട്ടാ എഴുതണ്ടേ? ആ സാരമില്ല കേട്ടോ. അയ്യോ മണിക്കുട്ടാ എഴുതണ്ടേ? നാളെ സ്കൂളിൽ പോകണ്ടേ? മോൻ്റെ ബാഗിൻ്റെ അകത്തുനിന്ന് ആ ബുക്കും എടുത്തോണ്ട് വാ. ചെല്ലേ പൊന്നിൻ്റെ ബാഗിൻ്റെ അകത്ത് അമ്മ ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് എടുത്തിട്ട് വാ. അമ്മ എടുത്തിട്ട് വരുമ്പോഴത്തേന് അമ്മ പൊന്നൂസ് ഇത് വെച്ച് തരാം. പൊട്ടിച്ചോ? എന്നാൽ പൊന്നൂസ് വേറെ വെച്ച് തരാം. പോയി എടുത്തിട്ട് വാ. ബാഗിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ടേ ബുക്ക്. ഇതെന്താ അങ്ങനെ കടിച്ചു പൊട്ടിക്കാതെ കൈയും കൊണ്ട് കടിച്ചു പൊട്ടിക്കും. കൈയും കൊണ്ട് പൊട്ടിച്ചെടുക്കും. എന്താ അത്? അച്ഛമ്മയെ കൊണ്ട് കാണിച്ചിട്ട് പൊട്ടിക്കും. അച്ഛമ്മയെ കൊണ്ട് കാണിക്കും. എന്താ ഇളകുന്നേ? ആമയോ? ഇവിടെ ഇരുന്ന് പൊട്ടിക്കേ. ഇവിടെ ഇരി. വലിയ ചാച്ചനെ ഗിഫ്റ്റോ? ഇതാര് തന്നെ മോനെ ഗിഫ്റ്റ്? ടീച്ചർ? ആഹാ
മഴ ചാറുന്നുണ്ടോ മണി? ഇതാണ് എൻ്റെ അപ്പൂട്ടി. അപ്പൂട്ടിയുടെ കയ്യിൽ ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവളത് അവൻ കാണാതെ കൊണ്ടുപോയി കൊടുക്കും. പക്ഷേ അവൻ വിചാരിച്ചു അത് അവൾ കൊടുത്തതാണെന്ന്. ഞാൻ അത് മാറ്റി തിരുത്താനൊന്നും പോയില്ല. അവൾ വേറെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൊടുത്തു. പെട്ടെന്ന് ഇങ്ങനെ കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേന് ഒരു വാവ്, അവനൊരു സന്തോഷമാവില്ല കണ്ട്. അവനത് കിട്ടിയ പാടെ ഓടി. അതിലെന്താന്ന് അറിയാനുള്ളൊരു സന്തോഷേ. അതൊക്കെ പൊട്ടിച്ച് കാണിച്ചു കൊടുക്ക്. അപ്പോൾ മണിക്കൂട്ടിന് ഗിഫ്റ്റ് കൊടുത്തത് അവിടെ ഒരാൾക്ക് പിടിച്ചിട്ടില്ല. അതിൻ്റെ വിഷമം തീർക്കാൻ മണിക്കൂട്ടിന് ഒരു കാറ് കൊണ്ട് കൊടുത്തിട്ടും അതും ഇഷ്ടമായില്ല. സാധാരണക്കാരായ അമ്മമാരോടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ കയ്യിലൊരു 10 രൂപ ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു വിലയുണ്ട്. അറിയോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഒരു പിറന്നാളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളൊരു പുറത്ത് പോകുമ്പോൾ ഒരു മിഠായി വാങ്ങി കൊടുക്കാനെങ്കിൽ നമ്മുടെ കയ്യിൽ 10 രൂപ ഉണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടാതെ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച പൈസ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആരോടും ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ ആ പൈസ എടുത്തോട്ടെ, അല്ല എനിക്കൊരു 100 രൂപ തരുമോ എന്ന് ചോദിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഓരോ സാധനം വാങ്ങിക്കൊടുക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം 4 ചുവരിനുള്ളിൽ ഇരിക്കുന്ന അമ്മമാർക്ക് എന്ത് സന്തോഷമാണെന്നറിയാം. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളായി ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്ന കുറേ മിക്ക അമ്മമാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന അമ്മമാർക്ക് 10 രൂപ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നല്ലതിനും ചീത്തയ്ക്കും എല്ലാം ഉപയോഗിക്കാം. നമ്മളായി ഇരിക്കുന്നിടത്ത് നമുക്ക് വിജയം ഉണ്ടാവും, അത് ഉറപ്പാണ്. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. മറ്റുള്ളവർ പറയുന്നതൊന്നും കേട്ട് നമ്മൾ താഴായിരുന്നാൽ മാത്രം മതി. പലതരത്തിലുള്ള അവഗണനയും പരിഹാസവും കുറ്റപ്പെടുത്തലുകളും, ഇതൊക്കൊന്നും വേറെ പണിയില്ല, ഏത് നേരം ഫോണിൽ കുത്തിയിരിക്കുക എന്ന് പറഞ്ഞവർ വരെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരൊന്നും കാര്യമാക്കാതെ എൻ്റെ ഫസ്റ്റ് ചാനൽ പോയിട്ടും ഇന്നും ഞാൻ അടുത്ത ചാനലും കൊണ്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ ഹസ്ബൻഡിൻ്റെയും സപ്പോർട്ടും ഒക്കെ കൊണ്ട് മാത്രം മതി. ഇന്ന് ഞാൻ ഇതുപോലൊരു ചെറിയൊരു രീതിയിലായാലും ഫംഗ്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രം അഭിമാനമാണ്. ഞാനിവിടെ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതും എൻ്റെ വിജയമാണ്.